ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയിൽ ശ്രദ്ധേയമായി കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഹെൽപ്പ് ഡെസ്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ വിവരണവും ഗുണഭോക്താക്കൾക്ക് വേണ്ട സഹായവുമാണ് ഹെൽപ്പ് ഡെസ്ക് നൽകുന്നത്. സാധാരണക്കാർക്ക് താങ്ങും തണലുമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദയാത്രയിലെ ഹെൽപ്പ് ഡെസ്ക്. കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് ബോധവൽക്കരണം നൽകുക, പദ്ധതികളുടെ ഭാഗമാകാൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം തുടങ്ങിയ സഹായങ്ങളാണ് ഹെൽപ്പ് ഡെസ്കിലൂടെ നൽകുന്നത്. അല്ലെങ്കിൽ ചിപ്പ്ലസ് ഇങ്ങനെ 2-3 സ്റ്റാമ്പ് സീലുകൾ ഉണ്ടാവും. ആ സീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എലിജിബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 2018 ഈ കാർഡ് വന്ന സമയത്ത് ഇത് നമുക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചിട്ടുണ്ട്. ആ ലെറ്ററുമായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൽ ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ആ കാർഡ് കാണിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. 3 ജില്ലയിലെ പദയാത്ര പിന്നിടുമ്പോൾ 1000-ലധികം പേരാണ് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളുടെയും സേവന പദ്ധതികളുടെയും പൂർണ്ണ വിവരങ്ങളാണ് ഹെൽപ്പ് ഡെസ്കിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. തുടർ സഹായങ്ങളും ബിജെപി ഹെൽപ്പ് ഡെസ്ക് ഒരുക്കുന്നുണ്ട്. കേന്ദ്ര പദ്ധതികളോടുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നിഷേധാത്മക നിലപാടുകൾ തുറന്നുകാട്ടി സാധാരണക്കാരിലേക്ക് പദ്ധതി നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യമാണ് ബിജെപി പദയാത്രയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ജനം, വയനാട്.